ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, ഇത് നമ്മൾക്കൊന്നൊരു റീഡിംഗ് അല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് ഇൻസൈറ്റ്സ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാണ്. എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്, യഥാർത്ഥത്തിൽ എന്താണ് സ്പിരിച്വൽ ജേർണി? ഞാനൊരു സ്പിരിച്വൽ ജേർണിയിലാണോ? എൻ്റെ ഈ സ്പിരിച്വൽ ജേർണിയിൽ ഇനി അഥവാ ഞാനൊരു സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ എന്താണ് എൻ്റെ സോൾ പർപ്പസ്? ഇതൊക്കെയാണ് പലർക്കുമുള്ള സംശയങ്ങൾ. അതുപോലെ എന്താണ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്സ്, എന്താണ് ഈ ഡിവൈൻ ഫെമിനൈൻ എനർജി, ഡിവൈൻ മസ്കുലൈൻ എനർജി, ഇങ്ങനെയുള്ള ഒരുപാട് ടേംസാണ് ഒരുപാട് പേർക്ക് വളരെ കോമൺ ആയിട്ട് ഉള്ള സംശയങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് ഈ സംശയങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ സ്പിരിച്വൽ ജേർണി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്നും ഒരു ഡിവൈൻ എനർജിയിലേക്ക് മാറ്റമുണ്ടാവുക, ആ മാറ്റത്തിനുള്ള ജേർണിയെയാണ് സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്. അതായത് ലക്ഷ്യം അൾട്ടിമേറ്റ്ലി എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനൈൻ ഓർ മാസ്കുലൈൻ എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ കൊണ്ടാവാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ജനിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ മാത്രമാണ് നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദ്യം ഉണ്ടാവും, എന്താണ് ഡിസ്റ്റോർട്ടഡ് എനർജി എന്നുള്ളത്? യെസ്, നമുക്ക് ആ ഒരു വേർതിരിവ് ഇനി നോക്കാം. ഡിവൈൻ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്റ്റോർട്ടഡിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു ജനറൽ ക്വാളിറ്റി ഡിവൈൻ എനർജീസിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ പീസ് ലവേഴ്സ് ആയിരിക്കും, പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ അവരുടെ ഉള്ളിൽ നിന്നൊരു ക്രിയേറ്റീവ് എനർജി പുറത്തു വരും. അത് അവരുടെ സംസാരത്തിലുണ്ടായിരിക്കും, പ്രവൃത്തിയിലും ഉണ്ടായിരിക്കും. പോരാതെ ഇവരുടെ സംസാരവും പ്രവൃത്തിയും ഒന്ന് തന്നെ ആയിരിക്കും. അതായത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആയിരിക്കില്ല. എന്നാൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള എനർജീസ് എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോവും, പക്ഷെ അതൊന്നുമായിരിക്കില്ല ഇവരുടെ പ്രവൃത്തിയിലുണ്ടായിരിക്കുന്നത്. അവരെപ്പോഴും അവരെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ ഡിവൈൻ എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ ന്യായീകരണം എന്ന് പറയുന്നതേ അൺനെസസറി ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരായിരിക്കും. ന്യായീകരണങ്ങൾക്ക് നിൽക്കില്ല, പ്രത്യേകിച്ച് സ്വയം ന്യായീകരണങ്ങൾക്ക് ഇവർ നിൽക്കില്ല. കാരണം ഇവർക്ക് ഒരു അക്സെപ്റ്റൻസ് മെൻറ്റാലിറ്റി ഇവർക്കുണ്ട്. അതായത് വളരെ ഓപ്പണാണ് അവർ കാര്യങ്ങൾ റിസീവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലംസ് അവരുടെ മുന്നിലേക്ക് വരുന്ന സമയത്തും ഏത് മനുഷ്യനും പാനിക് ആവുന്നത് പോലെ അവരൊന്ന് പാനിക് ആയാൽ പോലും അടുത്തൊരു സെക്കൻഡിൽ ഓക്കെ, സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളെ എങ്ങനെ കാണാം എന്നാണ് നോക്കുക. അതേസമയം ഡിസ്റ്റോർട്ടഡ് എനർജീസിൽ നിൽക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് സ്വയം ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലേക്ക് പോകും എന്നുള്ളതാണ്. അവർ കാരണമാണ്, ഇവർ കാരണമാണ്, ഇങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും. ഡിവൈൻ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ അവർ സൊല്യൂഷൻ ബേസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവരുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. കാരണം ഒരു കാർമിക് സിറ്റുവേഷൻസിലും കൂടി കടന്നു പോയതിന് ശേഷം ഒരു മാറ്റം അവരിൽ വന്നിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് മാത്രമാണ് ഇവരൊരു ഡിവൈൻ എനർജിയിലേക്ക് മാറുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് റോങ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് എന്താണ് ശരി എന്നും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഡിസ്റ്റോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഈ തെറ്റും ശരിയും അറിയാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരു മെൻറ്റാലിറ്റി ആയിരിക്കും ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഈ ബ്ലെയിമിങ് ഉണ്ടാവുന്നത്, മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത്, എല്ലാത്തിലും ഒരു കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കണ്ണ് അവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഡിവൈനിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ
ഇവർ ഒരുപാട് നെഗറ്റിവിറ്റി അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും ഇവർ തിരിച്ചറിഞ്ഞിട്ട് അതൊന്ന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവരാണ്. ഒരു മാറ്റത്തിലൂടെ അവരുടെ ഉൾക്കാമ്പിലേക്ക് അവർ എത്തുകയാണ്. അപ്പോൾ ആ ഒരു ജേണിയാണ് സ്പിരിച്വൽ ജേണി. തെറ്റിലൂടെ നടന്ന് അല്ലെങ്കിൽ തെറ്റുകളെ കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചിട്ടൊക്കെയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർമികമായിട്ടുള്ള വ്യക്തികളുടെ കൂടെയുള്ള സഹവാസം കൊണ്ട് തന്നെയാണ്. അത് ഇവരുടെ പാർട്ട്ണർ ആവാം, ചിലപ്പോൾ പാരൻസ് ആവാം, നാർസിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള പാരൻസ് ആവാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടായ സാഹചര്യങ്ങൾ പലത്. ഇപ്പം കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലുള്ള സാഹചര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു എൻവയൺമെൻറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പിന്നീടും വന്നിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാർമിക് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഈ കാർമിക് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇത് ഞാനല്ല, എന്താണ് ഞാൻ എന്നുള്ളതിലേക്ക്. അതല്ലാത്ത പക്ഷം തെറ്ററിയില്ലെങ്കിൽ ശരിയും അറിയില്ലല്ലോ. അപ്പോൾ ആ തെറ്റും ശരിയും വേർതിരിച്ച് ഇവർക്ക് മനസ്സിലാകുകയാണ്. ഇവരുടെ ഉള്ളിലെ ആ സോള്, അതിൻ്റെ എനർജിയുമായിട്ട് ഇവർ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടാകുന്ന ഐഡൻറ്റിഫിക്കേഷൻ ഞാനിതല്ല എന്നുള്ള ഐഡൻറ്റിഫിക്കേഷനാണ്, അല്ലെങ്കിൽ എനിക്കിതല്ല വേണ്ടതെന്നുള്ള ഐഡൻറ്റിഫിക്കേഷനാണ്. അവിടെ നിന്നാണ് ഇവർക്ക് ഞാനിതാണ്, അല്ലെങ്കിൽ എനിക്കിതാണ് വേണ്ടത്, എനിക്കിതാണ് ആവേണ്ടത് എന്നുള്ള ഐഡൻറ്റിഫിക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? ആദ്യം നിങ്ങളുടെ കാമ്പിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ സോളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എനർജികളിൽ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി അറ്റ്മോസ്ഫിയറുകളിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ജേണിയാണ്. അതായത് ജനിച്ച സമയം മുതൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾ നല്ലത് മാത്രം കണ്ടിട്ടാണ് വളരുന്നത്. പക്ഷെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ യാത്രയിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം തളയ്ക്കപ്പെടുന്നവരല്ല. നിങ്ങൾ പല മനുഷ്യരുമായിട്ട്, പല വ്യക്തിത്വങ്ങളുമായിട്ട് ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം അതിന് വലിയ വലിയ കടമകളും കർത്തവ്യങ്ങളും പർപ്പസുകളും ഉള്ളവരാണ് ഈ ഡിവൈനിലേക്ക് മാറുന്നത്, ഡിവൈൻ എനർജീസിലേക്ക് മാറുന്നത്. അപ്പം അങ്ങനെ അത്രയും പർപ്പസുകൾ, റെസ്പോൺസിബിലിറ്റികളൊക്കെ എടുക്കേണ്ട വ്യക്തികൾക്ക് നല്ലത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം വ്യക്തിയെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ മോശം സാഹചര്യം കാണുന്ന സമയത്ത്, അനുഭവിക്കുന്ന സമയത്ത് ഇവർക്കിതെങ്ങനെ സോൾവ് ചെയ്യണമെന്നല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നറിയാതെ പകച്ചു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും എല്ലാ രീതിയിലും ആത്മാവിൻ്റെ ഒരു ഉയർച്ച, അതായത് നിങ്ങൾ സെൽഫ് കേപ്പബിൾ ആവാനായിട്ട്, സെൽഫ് സഫിഷ്യൻ്റ് ആവാനായിട്ടും, അതുമാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കൂടെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനും, ഒരു മദർലി കെയർ അല്ലെങ്കിൽ ഒരു ഫാദർലി കെയർ, ആ റെസ്പോൺസിബിലിറ്റിയും കെയറും പ്രൊവൈഡിങ് എനർജിയും ഒക്കെ കൊടുക്കാൻ പറ്റുന്നവരാണ്. മറ്റുള്ളവരുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ, ഇനി പറയേണ്ടാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ സ്വയം പ്രവൃത്തിയിലൂടെ, ഡിവൈൻ എനർജീസിൻ്റെ സ്വയം പ്രവൃത്തികളിലൂടെ, അവരുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലൂടെ അവർക്ക് മറ്റുള്ളവരെ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാനും സാധിക്കും എങ്ങനെയാണ് ശരിയായ മാർഗം എന്നുള്ളത്. വളരെ ലോയലായിട്ടുള്ള വ്യക്തികളായിരിക്കും. അതായത് ധാർമ്മിക ബോധം, ഇൻറ്റഗ്രിറ്റിയും ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉള്ളിലുള്ള വ്യക്തികളായിരിക്കും ഈ ഡിവൈൻ എനർജീസ് എന്ന് പറയുന്നത്. ഈ അസൂയ, പരദൂഷണം പോലെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ മറികടന്നിട്ടുള്ളവരായിരിക്കും. അതായത് അത് ഇല്ലാത്തവരല്ല. മനുഷ്യന് ജനിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള എക്സ്പീരിയൻസസിലൂടെ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് ഉള്ളൊരു തോട്ട് ഇവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടു വളർന്ന് കേട്ട് വളർന്ന രീതിയിൽ മറ്റുള്ളവരെ കുറ്റം പറയുക, അല്ലെങ്കിൽ അസൂയ ഉണ്ടാവണം, അങ്ങനെയാണ്. ഇതൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരമാണ്. ഒരു പോയിന്റിൽ ഒരു കുട്ടി വലുതാകുന്ന സമയത്ത് അസൂയ തെറ്റാണ്, ദേഷ്യം തെറ്റാണ്, ഇതൊക്കെ പറയുമെങ്കിലും ഇതിനെയൊക്കെ എങ്ങനെ ഉള്ളിൽ ടാക്കിൾ ചെയ്യണമെന്ന് അറിയില്ല. പൊതുവെ ഒരു മാസ്ക് ഇട്ട് പുറത്തൊന്ന് അഭിനയിച്ചിട്ട് എന്നാൽ ഉള്ളിൽ ഈ പറയുന്ന നെഗറ്റീവ് വികാരങ്ങളെല്ലാം ഉള്ളവരാണ്. ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിൽക്കുന്ന, ഒരു മെസ്കുലൈൻ ആണെങ്കിലും ഫെമിനൈൻ ആണെങ്കിലും എന്നുള്ളതാണ്. ദേഷ്യം എന്ന് പറയുന്നത് അവർക്ക് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ പേഷ്യൻസ് ഇല്ലായ്മ, ആങ്സൈറ്റികൾ, ഗിൽറ്റ്,
വിക്ടിം മെൻറ്റാലിറ്റി, ഇതൊക്കെ ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും, ഇവരുടെ സ്വഭാവത്തിൽ അത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേസമയം ഒരു ഡിവൈൻ എനർജിയിലേക്ക് മാറിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നാച്ചുറൽ ഹീലറാണ്. എന്ത് കാര്യം ഏത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ അവർക്കുള്ളതായിരിക്കും. പുറത്തുനിന്നുള്ള ഒരു അഡ്വൈസോ ഗൈഡൻസോ എടുക്കാതെ, അല്ലെങ്കിൽ അതിനു പുറമെ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മജ്ഞാനത്തിൻ്റെ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, ആ ദൈവികമായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ട്, ഓക്കെ ഇതാണ് എനിക്ക് ഈ സമയം നല്ലത്, അല്ലെങ്കിൽ ഇന്നതാണ് ഈ ഒരു സമയം നല്ലതെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടായി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കും. കൺഫ്യൂഷൻസ് അവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ അറിയാം. കൺഫ്യൂഷൻ ഇല്ല എന്നല്ല, പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ക്ലാരിറ്റി കുറവുകൾ വരും, കൺഫ്യൂഷൻസ് വരും, സിറ്റുവേഷൻസിൽ ചോയ്സസ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെയൊക്കെ എനിക്കറിയാം എനിക്ക് ഏതാണ് വേണ്ടത്, ഓരോ സാഹചര്യത്തിനെയും എലിമിനേറ്റ് ചെയ്യാനും സ്വീകരിക്കാനും ഒക്കെ കൃത്യമായി ഉള്ള അറിവ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നുള്ളതാണ്. അതായത് ആ ലോജിക്കലി അവർക്ക് ന്യായങ്ങൾ ഉണ്ടായിരിക്കും ഇതാണ് എന്നുള്ളതിന്, എന്നാൽ മറ്റത് എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിനുമൊക്കെ അവർക്ക് കൃത്യമായ ഉത്തരങ്ങളും ന്യായങ്ങളും ഉണ്ടായിരിക്കും. അവരുടെ ജീവിതയാത്രയ്ക്ക് മുന്നോട്ട് ശരി എന്താണെന്നും ലോകത്തിൻ്റെ നന്മയ്ക്കും, അതാണ് കർമ്മ കോൺഷ്യസ്നെസ്സും കൂടെ ഉള്ളവരായിരിക്കും. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങൾക്ക് സന്തോഷങ്ങൾക്കും ഒക്കെ ആയിട്ട് അവനവൻ്റെ ഒരു ധർമ്മത്തെ വിട്ടുകളയാതെ വിട്ടുകൊടുക്കാതെ നിൽക്കുന്നവരാണ്. എന്നാൽ ഡിസ്റ്റോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ആത്മാവിനെയും ശരീരത്തിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെയോ ശരീരത്തിനെയോ മനസ്സിനെയോ ഒക്കെ നോവിക്കുന്ന പ്രവൃത്തികൾ, അത് ശാരീരികമായിട്ട് തന്നെ ആവണമെന്നില്ലല്ലോ, മാനസികമായിട്ട് വേദനപ്പെടുത്തുന്ന മുറിവുകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളും പ്രവൃത്തികളും കർമ്മങ്ങളും ഒക്കെ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ ഡിവൈൻ ആണ് എന്നുണ്ടെങ്കിൽ എന്നാൽ ഡിവൈൻ എനർജീസിലേക്ക് കണക്ട് ചെയ്ത വ്യക്തികൾക്ക് എപ്പോഴും അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളോ മറ്റൊരാളുടെ മനസ്സിനോ ശരീരത്തിനോ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സഹായം, ഒരു ഹെൽപ്പ്, ഒരു പ്രോഗ്രസ് കൊടുക്കുന്നതാണോ എന്നുള്ളത് ഇവരെപ്പോഴും ചിന്തിക്കും. അതൊരു വിസ്ഡം ഉള്ളിൽ നിന്ന് വരുന്നു, അറിവ് ഉള്ളിൽ നിന്നിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അത് അവരുടെ മേഖലകളിൽ മാത്രമല്ല, പൊതുവിൽ തന്നെ ജീവിത രീതികളെക്കുറിച്ചും മാനുഷികമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ആത്മജ്ഞാനം ഉണ്ടാകുകയാണ്. അവരൊരു സൈക്കോളജിസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഒരു ആത്മജ്ഞാനം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ മാനസിക ബലവും ഉള്ള വ്യക്തികളായിരിക്കും. എന്നാൽ ഇവർ ജനിച്ച സമയത്തോ അവരുടെ ജീവിതത്തിൽ ഒരു യാത്രയിൽ സ്പിരിച്വൽ അവീക്കനിങ് എത്തുന്നതിന് മുമ്പ് വളരെ വീക്കായിട്ടുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും. അവർക്ക് അവിടെ നിന്നൊരു തിരിച്ചറിവ് ഉണ്ടായി സ്വയം ഒരു മാറ്റത്തിന് വിധേയമായിട്ട് ഇവർ ഈ മാറ്റത്തിലൂടെ ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റ് കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഒരു മാനസിക ബലം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവരാരെയും ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വ്യക്തിത്വങ്ങൾ സ്വയമേ തന്നെ ഹാപ്പി ആയിരിക്കും, ഫുൾഫിൽഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതിലൊരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും ഇമോഷണലിയും പല രീതികളിലും ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളുമായിരിക്കും എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഈ ഡിവൈൻ എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവർ. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയും ഇവർക്ക് വളരെ സൂത്തിങ് ആയിരിക്കും. അപ്പം ഈ ഒരു വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്വയം തിരിച്ചറിയാനായിട്ടുമൊക്കെ വളരെ ഡിവൈൻ ഫെമിനൈൻ, വളരെയധികം ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരുടെ അടുത്ത് നിൽക്കുമ്പോൾ, അവരുടെ സാമീപ്യത്തിൽ നിൽക്കുന്ന സമയത്ത് നാച്ചുറലി നിങ്ങൾക്ക് ഒരു ഹീലിംഗ് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്കൊരു സമാധാനം ഉള്ളിൽ അനുഭവപ്പെടുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ തെറ്റിനെ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾക്കിനി മുന്നോട്ട് പോകേണ്ട പ്രോഗ്രസീവ് പാത, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. അത് സ്പെസിഫിക്കലി ഈ ഡിവൈൻ എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവർ
എന്തെങ്കിലും ഡയറക്റ്റ്ലി നിങ്ങളോട് പറയുന്നതോ പ്രവർത്തിക്കുന്നതോ കൊണ്ടുപോലും ആയിരിക്കണമെന്നില്ല. ഇവരുടെ ഒരു സാമീപ്യത്തിലൂടെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ എനർജിയെ ഇവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതി ഇവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവരിലേക്ക് അട്രാക്റ്റഡ് ആയി വരും എന്നുള്ളതാണ്. അവർക്കൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അവരുടെ ഓറ, അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പം ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിരിക്കാനായിട്ട് സാധിക്കും, ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം പോലും ഇവരുടെ എനർജി അടുത്ത് വന്നു കഴിഞ്ഞാൽ മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇനി ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഒരു തലം തന്നെയാണ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ. അപ്പം നിങ്ങൾ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് അല്ലെങ്കിൽ ഡിവൈൻ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എനർജിയുമായിട്ട്. അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ ഐഡൻറ്റിഫൈഡ് അല്ല, എന്താണ് ഡിസ്റ്റോർട്ടഡ്, എന്താണ് ഡിവൈൻ എന്നൊന്നും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ ഒരു രീതിയിലുള്ള ആത്മീയമായ അറിവുകളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ആ സമയത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിം എനർജിയെ മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കിട്ടുകയാണ്. കാരണം ട്വിൻ ഫ്ലെയിം എനർജീസിൽ വരുന്ന വ്യക്തികൾ ഇത് ഡിവൈൻ ഫെമിനൈൻ ആൻഡ് ഡിവൈൻ മെസ്കുലൈൻ എനർജീസ് തന്നെയാണ്. അവർക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഡിസ്റ്റോർട്ടഡിൽ നിന്ന് ഡിവൈനിലേക്കുള്ള മാറ്റം അഷ്വേർഡ് ആണ്. എല്ലാ സോളുകൾക്കും ഈ മാറ്റം അഷ്വേർഡ് ആണ്. പക്ഷെ അത് ഈ ജന്മത്തിൽ തന്നെ ആവണം എന്നുള്ളത് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഷ്വേർഡ് ആണ്, നിങ്ങൾക്ക് ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ജന്മത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാണ്. പക്ഷെ ഇവിടെ നിന്നൊരു സെപ്പറേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു വന്നപ്പോൾ നിങ്ങൾ പോസിറ്റീവും അറിയുന്നില്ല, നെഗറ്റീവും അറിയുന്നില്ല. പക്ഷെ പെട്ടെന്ന് നിങ്ങളൊരു പോസിറ്റീവിലേക്ക് കണക്റ്റായി, പെട്ടെന്ന് ആ പോസിറ്റീവ് നിങ്ങളിൽ നിന്ന് നഷ്ടമായി. അവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും എന്തോ അനുഭവിച്ചത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതെന്താണ്? ആ പോസിറ്റിവിറ്റി അനുഭവിച്ചു, അതായത് ആ ഡിവൈൻ എനർജി നിങ്ങൾ അനുഭവിച്ചു, പക്ഷെ അത് നിങ്ങൾക്ക് നഷ്ടമായി. അവിടെ നിന്നാണ് നിങ്ങളുടെ ഒരു സെർച്ച് തുടങ്ങുന്നത്, വീണ്ടും ഈ പോസിറ്റിവിറ്റി കണ്ടെത്താനായിട്ട്. അങ്ങനെ ഒരു ജേർണിയിൽ നിങ്ങൾ ഫൈനലി മനസ്സിലാക്കുകയാണ്, ഞാൻ അന്വേഷിച്ച് നടന്ന ആ പോസിറ്റിവിറ്റി എൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഉള്ളിൽ നിന്ന് ഞാൻ ആ പോസിറ്റിവിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു പോസിറ്റിവിറ്റി എന്നെ കൊണ്ട് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഡിവൈൻ കളഞ്ഞത് എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. അതായത് ഈ കസ്തൂരിമാൻ പുറത്ത് തേടി നടക്കുമല്ലോ സുഗന്ധം, അത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അതിനെ അറിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അപ്പം ജന്മന നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പീസ് ലവർ ആണ് എന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു ഡിവൈൻ എനർജിയിലേക്ക് കണക്ട് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് ഈ ജന്മത്തിൽ തന്നെ എന്നുള്ളത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണി വരുന്ന വ്യക്തികൾക്ക് ബ്ലസ്ഡ് ആണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവർ ജന്മന മുതൽ ശരിയായിട്ടുള്ളത് കൊണ്ടല്ല, തെറ്റുകളിൽ കൂടെ, അറിവില്ലായ്മയിൽ കൂടി നടന്ന് അറിവിലേക്ക്, വിസ്ഡത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള വ്യക്തികളായതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ജേർണി വരുന്നത്. നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ്, എല്ലാവർക്കും മാറ്റം അനിവാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ അതിനുള്ള ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ സബ്ജക്റ്റുകളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. സൈക്കോളജിക്കലി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. റിലീജിയസ് ആയിട്ടുണ്ടായിരുന്നൊരു വ്യക്തി അവിടെ നിന്ന് മാറി ഉയർന്ന് സ്പിരിച്വൽ തലത്തിലേക്കൊക്കെ പോകുന്നത്, ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, സോൾ പർപ്പസ് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഡിവൈൻ എനർജിയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് സോൾ പർപ്പസുകൾ റിവീൽ ആകുന്നത്. അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ സോൾ പർപ്പസ് എന്താണ്? നിങ്ങൾ ഈ ഡിവൈൻ എനർജിയിലേക്ക് കണക്റ്റ് ആവുക എന്ന് തന്നെയാണ്. അതായത് നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡിസ്റ്റോർട്ടഡിൽ നിൽക്കുന്ന വ്യക്തികൾ വളരെ മാനിപ്പുലേറ്റീവ് ആണെങ്കിൽ, എന്നാൽ ഈ ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നുള്ളതാണ്. അവർക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കും, സെൽഫ് വർത്ത് അവർക്ക് അറിയാമായിരിക്കും. പക്ഷെ
ഒരു വ്യക്തിയെയും അവർ നെഗറ്റീവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവില്ല. പ്രത്യേകിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്. അവരുടെ ഉള്ളിലെ എനർജി അവരെ അതിന് അനുവദിക്കില്ല. കാരണം അവർ അത്രയും പോസിറ്റീവ് ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നിൽക്കുന്നവരെന്താണ്, എപ്പോഴും അവനവനെ ന്യായീകരിച്ച്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത്, മാസ്ക് ഇട്ട്, ഡ്യുവൽ പേഴ്സണാലിറ്റി, ഒരു നിലപാടുകളില്ലാതെ, ഇന്ന് പറയുന്ന നിലപാടുകളായിരിക്കില്ല നാളെ പറയുന്നത്. കാരണം ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താണ് ചെയ്യേണ്ടത്. ഇവർക്കൊരു സംതൃപ്തി, സെൽഫ് ഫുൾഫിൽമെൻ്റ് ഇല്ല, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഒരു അസംതൃപ്തമായ ഒരു ജീവിത രീതിയും മനസ്സിൻ്റെ അവസ്ഥയും ഒക്കെ ആയിരിക്കും ഇവർക്കുള്ളത്. ഇവരെ കാണുന്ന സമയത്ത് തന്നെ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണിലൊരു കള്ളത്തരം തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്വാർത്ഥത, ഒരു ക്രൂക്കഡ്നെസ് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. കാരണം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല പോസിറ്റീവായിട്ടുള്ള ഡിവൈൻ ലൈറ്റ് എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി, ചെകുത്താൻ്റെ എനർജി എന്ന് തന്നെ പറയാം, ഡെവിൾ എനർജി, അതാണ് അവരിലുള്ളത്. അപ്പോൾ ഇവർക്ക് മടിയുള്ള വ്യക്തികളായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകാം. ചില കർമ്മകൾ മുൻ ജന്മത്തിലൊക്കെ ചെയ്തത് നല്ലതായതുകൊണ്ട് നല്ല സമയങ്ങളൊക്കെ വരുമ്പോൾ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, നല്ല ജീവിത രീതികളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സമാധാനം, ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഒട്ടും താല്പര്യമുണ്ടായിരിക്കുന്ന ഒരു വ്യക്തികളുമായിരിക്കില്ല. കാരണം ഇവർക്ക് മറ്റുള്ളവരുടെ എനർജിയിൽ കൂടി മാത്രമേ വളരാൻ സാധിക്കുള്ളൂ. എനർജി വാമ്പയേഴ്സ് ആയിരിക്കും ഇവർ. അതേസമയം ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് കാരണം മറ്റുള്ളവരിൽ നിന്നും ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്, വ്യത്യസ്തമായിട്ട് ഡിസ്റ്റോർട്ടഡിൽ തന്നെ നിൽക്കുന്നവർ. എന്നാലും ഇവരും ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഇടപെടുന്ന മനുഷ്യരുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുന്ന സമയത്ത് വളരെയധികം എനർജി ഡ്രെയിൻഡ് ആയിട്ട്, ടയേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം തോന്നുക, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പോയതിനു ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം ദേഷ്യമാണെങ്കിൽ, അസ്വസ്ഥത അതാണെങ്കിൽ, ക്ഷീണം, തളർച്ച, ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ വ്യക്തി ഡിസ്റ്റോർട്ടഡ് എനർജിയാണ് എന്നുള്ളത്. അതുപോലെ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് ഇടപെടുക പോലുമല്ല. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാനായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കേൾക്കുക, അവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുക, അവരുടെ ആ എനർജി അത് സംസാരത്തിലൂടെ തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. അതേസമയം വളരെ മോശമായിട്ടൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന, ഇങ്ങേയറ്റം ട്രോളൊക്കെ ചെയ്യുന്ന, അതും ഒരു തരത്തിൽ മറ്റുള്ളവരുടെ കുറ്റം തന്നെയാണല്ലോ. ഒരു ഹാസ്യരൂപേണ, ഹാസ്യം പലപ്പോഴും സാഡിസം പോലെയാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ, അല്ലാതെ അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ലോ ആവാൻ തുടങ്ങും. നിങ്ങൾക്കിത് പലരെയും പരീക്ഷിക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവരെ തൊട്ട് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വ്യക്തികളെ തൊട്ട് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കലീഗ്സ്, ഇവരൊക്കെ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം ഒരു ഡിവൈൻ എനർജിയിലേക്ക് കണക്റ്റ് ആവാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു വ്യക്തിയെ പരീക്ഷിക്കാം എന്ന് വിചാരിച്ച ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണ്. ആ ഒരു വ്യക്തി, ഓക്കെ, എക്സാമ്പിൾ നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു കലീഗാണ് എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആ വ്യക്തിയോട് മാത്രമല്ല. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ കുട്ടികൾ, പലരുമായിട്ട് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ ഒക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർഡ് ആവുന്നുണ്ട്. ഇതിൽ നിന്ന് വേർതിരിച്ച് നിങ്ങൾ പരീക്ഷിക്കുന്ന ആ വ്യക്തിയുടെ മാത്രം എനർജി നിങ്ങളിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നത്. ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിൽക്കുന്നവരാരാണ്, ഡിവൈൻ എനർജിയിൽ നിൽക്കുന്നവരാരാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് ഉണ്ടാകുന്നത്. പലപ്പോഴും ഡിവൈൻ എനർജിയിൽ നിൽക്കുന്നവരെ ആദ്യം തന്നെ അവരൊരു നെഗറ്റീവ് പേഴ്സൺ ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ടാകും. കാരണം ഇവർ ഒരു തരത്തിലും ഒരു മാനിപ്പുലേഷനും ചെയ്യില്ല, അല്ലെങ്കിൽ ഇവരെ ന്യായീകരിക്കുകയോ ഒന്നുമില്ല. തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാലും ഇത് ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നിൽക്കുന്ന നെഗറ്റീവ് എനർജികളിൽ അല്ലെങ്കിൽ ഡാർക്ക് എനർജികളിൽ നിൽക്കുന്ന വ്യക്തികൾ അവരെ സ്വയം ന്യായീകരിച്ച്
നിങ്ങളത് കുറേ തവണ കേട്ട് കഴിയുമ്പോൾ അവർ ശരിയാണെന്നും മറ്റേ വ്യക്തി റോങ് ആണെന്നും നിങ്ങളുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ കണക്ട് ചെയ്യണം. അതായത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗൈഡൻസസ് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? എക്സ്പേർട്ടുകളിൽ നിന്നാണ്. സ്പിരിച്വലി ഇവോൾവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരിൽ നിന്നാണ്, സൈക്കോളജിക്കലി എക്സ്പേർട്ടുകളിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഒപ്പീനിയൻസ് എടുക്കേണ്ടത്. പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ, എൻ്റെ ബോസ്, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവരൊക്കെ എൻ്റെ ആൾക്കാരാണ്, എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഒപ്പീനിയൻ അവരോട് ചോദിക്കാം എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന വ്യക്തിത്വങ്ങളിലുള്ളവർ ഡിസ്റ്റോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടും അവരുടെ ജഡ്ജ്മെൻറ്റ്സിൽ നിന്നുകൊണ്ടും അവർക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് എന്ത് നേട്ടം കിട്ടും എന്നുള്ളതിൽ നിന്നും മാത്രമേ അവർ നിങ്ങൾക്കൊരു ഉപദേശം തരുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു തരത്തിലും ചിലപ്പോൾ ഗുണമാവുന്ന ഒരു ഒപ്പീനിയനും ആയിരിക്കില്ല. അപ്പം ഒരു വ്യക്തി സെൽഫ് സഫിഷ്യൻ്റ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് ഒരാളോടും അല്ല നിങ്ങൾ അഭിപ്രായവും ചോദിക്കേണ്ടത്. ചെറിയൊരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. വാട്ട് ഈസ് സ്പിരിച്വൽ ജേർണി, വാട്ട് ഈസ് ഡിവൈൻ എനർജീസ്, വാട്ട് ഈസ് ഡിസ്റ്റോർട്ടഡ് എനർജീസ്, ആൻഡ് ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദം. നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെ പറ്റും, അതുപോലെ ട്വിൻ ഫ്ലെയിം ജേർണി എന്താണ് എന്നുള്ള അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല നമ്മൾ. അത് വേണമെന്നുണ്ടെങ്കിൽ സെക്ഷനിൽ നിങ്ങൾക്ക് സജഷൻസ് തരാം, നമ്മളതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന്ന് ഫുള്ളായിട്ടുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ, അതായത് കറണ്ട് എനർജികൾ പലപ്പോഴും നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഡിസ്റ്റോർട്ടഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഡിവൈൻ ആണ്, ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ സ്വയം നിങ്ങളുടെ കറണ്ട് എനർജി വിലയിരുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം എനർജികളും മറ്റുള്ളവരുടെ എനർജികളും ഒക്കെ ഈ ടാരോ കാർഡിലൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയെ സഹായിക്കുന്നുള്ള ഒരു സ്പിരിച്വൽ ജേർണിയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രെഡിക്റ്റീവ് ടൂൾസ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ടാരോ കാർഡ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ടാരോ കാർഡ് റീഡിംഗ് കോഴ്സസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് വേണ്ടത്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആണ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ, ബൈ.